വണ്ടിക്കകത്ത് വന്ന ആളുകൾ ആ വണ്ടിക്കകത്ത് വന്നവർക്കാണ് വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും മുകളിലുള്ളൊരു വലിയ ആക്സിഡൻ്റാണ്. ആരൊക്കെയാണ് ഇതിനകത്ത് ബാധിക്കപ്പെട്ടിട്ടുള്ളതെന്ന് അറിഞ്ഞുകൂടാ. തീർച്ചയായിട്ടും ഈ വണ്ടിയുടെ നമ്പർ ഈ വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട് എത്തിക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട്. ആ വാഹനത്തിൽ വന്ന ആളുകൾക്കാണ് പരിക്ക് കൂടുതൽ. ആ വാഹനത്തിൻ്റെ ഇഗ്നിസിൻ്റെ ഫ്രണ്ട് വീൽ ഊരി മാറിപ്പോയൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയ അപകടമാണ്. രക്തമൊക്കെ റോഡിൽ വീഴുന്ന സാഹചര്യം, ഫയർഫോഴ്സെല്ലാം വന്ന് രക്തമെല്ലാം കഴുകിക്കളഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ഈ വണ്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പുറത്ത് കിടന്ന ഇഗ്നീസുമായി ബന്ധപ്പെട്ട ആളുകൾ ആരും എത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായും ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനുമായി എത്തണം, കൂടുതൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഈ വാഹനത്തിൽ വന്ന പുള്ളിക്കാരനുമായിട്ട് പുള്ളിയെടുത്തുള്ള കാര്യങ്ങൾ ചോദിക്കണം. അപ്പോൾ എന്താ പറ്റുന്നത്? വണ്ടി ഓടിച്ചായിരുന്നു ഇല്ലായിരുന്നോ? വണ്ടിക്കകത്ത് ഉള്ള ആളല്ല, അവർ പോയി. പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ആ വണ്ടി ഇങ്ങനെ നമ്പർ നടത്തും. റോഡിൻ്റെ അലൈൻമെൻറ്റുമായിട്ട് വിഷയം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഇത്തരത്തിലൊരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്തുള്ള വളവിന് വെച്ചിട്ടായിരുന്നു ഇത്തരത്തിലൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായത്. ഒരു പിക്കപ്പ് വാൻ വന്ന് 2 പോസ്റ്റ് ഇടിച്ചു മറിച്ചൊരു സാഹചര്യമുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു വളവിനകത്ത് വീണ്ടും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട് അലൈൻമെൻറ്റ് പ്രശ്നം വലിയ പ്രശ്നമായിട്ടിരിക്കുന്നു. നിരന്തരമായി ഈ മേഖലയിൽ വലിയ അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാരും ഈ വിഷയം പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ അതിന് ആവശ്യമായ ബാരിക്കേഡുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്പീഡ് ഹമ്പുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വണ്ടിയുടെ വാഹനത്തിൻ്റെ സ്പീഡുകൾ കുറച്ചില്ലെങ്കിൽ ഇനിയും വരും ദിവസങ്ങളിൽ ഏതാണ്ട് ഞാൻ നേരിട്ട് കണ്ടിടത്തോളം 3-4 ആക്സിഡൻറ്റ് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കല്ലുംകടവിനും ഇടത്തറമുക്കനുമായിട്ട് 3-4 ആക്സിഡൻറ്റ് ഉണ്ടായ ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. നിരന്തരമായി ചെറുതും വലുതുമായ ഇത്രത്തോളം വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ശ്രദ്ധയിൽ നമ്മളെ പോലുള്ള ആളുകൾ എത്തപ്പെടുന്നതും നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരുന്നതും ഫയർഫോഴ്സ്, പോലീസ് അടക്കമുള്ള ആളുകളുണ്ട്. ചെറുതും വലുതുമായ നിരന്തരമായ ആക്സിഡൻറ്റുകൾ ഇവിടെ നടക്കുന്നുവെന്നാണ് ആളുകൾ പറയുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെടണം. തീർച്ചയായും ഇനിയും ഇത്തരത്തിലുള്ളൊരു മരണക്കെണിയായാലും സംഭവിക്കുന്ന തരത്തിലേക്കൊക്കെ എത്തപ്പെടുന്ന തരത്തിലേക്ക് ഈ റോഡിൻ്റെ ഈ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ തക്കവണ്ണം സ്പീഡ് ഹമ്പുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാനോ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പത്തനാപുരം മൂവാറ്റുപുഴ പുനലൂർ റോഡാണിത്. കടയ്ക്കാമൺ ഇത്തരത്തിലൊരു വിഷയമുണ്ടായിരുന്നു. നിരന്തരമായി ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ ആ ഒരു പ്രശ്നം പരിഹരിച്ചതിന് ശേഷം, ആ വളവ് നിവർന്നതിന് ശേഷം വലിയ ആക്സിഡൻറ്റുകളൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. അത്തരത്തിൽ ഈ കല്ലുംകടവിൽ നിന്നും ഇടത്തറമുക്കിലേക്ക് വരുന്ന പ്രദേശത്ത് അലൈൻമെൻറ്റ് സംബന്ധമായ എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ തീർച്ചയായും ബന്ധപ്പെട്ട ഈ മൂവാറ്റുപുഴ പുനലൂർ റോഡ് പണി തുടങ്ങി ഇതുവരെയും കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ ഈ അലൈൻമെൻറ്റ് സംബന്ധമായ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അത് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിച്ച് ഇത്തരത്തിലുള്ള ആക്സിഡൻറ്റുകളുടെ എണ്ണം കുറയ്ക്കണം. സാധാരണക്കാരായ ആളുകളാണ്, പല പ്രദേശത്തു നിന്ന് വരുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അടിയന്തരമായി ബന്ധപ്പെട്ട ആളുകൾ ഇടപെടണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ആവശ്യമുള്ള ആ നമ്പർ ഒന്ന് കാണിച്ചു വന്നോ ഇവിടെ ഉണ്ടോ? പ്രിയപ്പെട്ടവർ, ഇതാണ് ഇഗ്നീസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ദാരുണമായ ഒരു അപകടമാണ്. ഈ വണ്ടിയുടെ നമ്പർ 83 60 91. അതാണ്ട് ഈ
വീഡിയോ എടുക്കുന്ന സമയം പേപ്പറിൽ 20-ാം തീയതി പറയുന്നത് പോലെ 8 മണിയോടെ 8:15 സംഭവിച്ചൊരു വലിയ അപകടമാണ്. ഒരു 1 മണിക്കൂറിനകത്ത് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട മോന്നി രജിസ്ട്രേഷൻ വണ്ടിയാണ്. ആരെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടണം. ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരണം. നിരന്തരമായി ഈ മേഖലയിൽ വലിയ അപകടം നടക്കുന്നുണ്ട്. ഇവരുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പക്ഷേ ആക്സിഡൻറ്റ് വലിയ ആക്സിഡൻ്റാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ വന്ന് റോഡിലെ രക്തങ്ങളെല്ലാം കഴുകി കളഞ്ഞൊരു സാഹചര്യമെല്ലാം നിലവിലുണ്ട്.